വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ഒരിക്കൽ അവൻ തനിയെ പ്രാർത്ഥിക്കുകയായിരുന്നു. ശിഷ്യന്മാരും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ ചോദിച്ചു, ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ മറുപടി നൽകി, ചിലർ സ്നാപക യോഹന്നാൻ എന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ പൂർവ്വപ്രവാചകന്മാരിൽ ഒരാൾ ഉയർത്തിരിക്കുന്നു എന്നും പറയുന്നു. അപ്പോൾ അവൻ ചോദിച്ചു, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? പത്രോസ് ഉത്തരം നൽകി, നീ ദൈവത്തിൻ്റെ ക്രിസ്തുവാണ്. യേശുവിൻ്റെ ജീവിതത്തിലെ പല സുപ്രധാന സംഭവങ്ങളും വിശുദ്ധ ലൂക്ക വിവരിക്കുന്നത് പ്രാർത്ഥിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ്. പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനവും അപ്രകാരമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 7-8 വാക്യങ്ങളിലെ ഹേറോദേസിൻ്റെ ചോദ്യത്തിനുള്ള മറുപടി പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനത്തിൽ കാണുവാൻ കഴിയും. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 18-19 വാക്യങ്ങളിൽ യേശുവിൻ്റെ അനന്യതയെക്കുറിച്ച് പൊതുജനത്തിൻ്റെ പ്രതികരണം എന്താണെന്ന് ശിഷ്യന്മാർ അവിടുത്തേക്ക് കൊടുക്കുന്ന മറുപടി തന്നെയാണ് ഹേറോദേസിനും കിട്ടിയിരുന്നത്. ഹേറോദേസിൻ്റെ ചോദ്യത്തിനുള്ള ശരിയായ മറുപടിയാണ് ദൈവത്തിൻ്റെ ക്രിസ്തു അഥവാ മിശിഹ എന്ന പ്രയോഗത്തിൽ അടങ്ങിയിട്ടുള്ളത്. ഈ ഒരു സുപ്രധാന ഉത്തരം കൊണ്ടുവരിക എന്ന ദൗത്യമാണ് വിശുദ്ധ ലൂക്ക ഇവിടെ നിറവേറ്റിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വിവരണത്തിൽ പത്രോസിൻ്റെ പ്രതിഷേധമോ പീഡാനുഭവം മുൻകൂട്ടി അറിയിക്കുന്ന സന്ദർഭത്തിൽ യേശുവിൻ്റെ ശകാരമോ കാണാത്തത്. യേശുവിന് ക്രിസ്തു അഥവാ മിശിഹ എന്ന പേര് അവിടുത്തെ ബാല്യകാലം വിവരിക്കുമ്പോൾ തന്നെ വിശുദ്ധ ലൂക്ക നൽകിയിരുന്നുവെന്ന് 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ നാം കാണുന്നു. എന്നാൽ യേശുവിൻ്റെ അനന്യ വ്യക്തിത്വത്തിൻ്റെ വെളിച്ചത്തിൽ പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് ബാല്യകാല വിവരണങ്ങളിൽ കാണുന്ന ക്രിസ്തോന്മുഖമായ ഈ സ്ഥിരീകരണങ്ങൾ. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 41-ാം വാക്യത്തിലും 8-ാം അധ്യായം 28-ാം വാക്യത്തിലും ദൈവപുത്രൻ എന്ന സംബോധന കാണുന്നുണ്ടെങ്കിലും അതൊരു വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായിരുന്നില്ല. അതുകൊണ്ടാണ് ആരോടും പറയരുതെന്ന നിരോധനം പിശാചിന് ബാധകമാകാഞ്ഞത്. ഞാൻ ആരാണ് എന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന യേശുവിൻ്റെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് പത്രോസ് അവിടുത്തെ മിശിഹാത്വം ഏറ്റുപറയുന്നത് എന്നതാണ് ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ അനന്യതയെക്കുറിച്ച് ശിഷ്യന്മാരുടെ ആദ്യത്തേതും സുപ്രധാനവുമായ സ്ഥിരീകരണമായി തീർന്നു ഈ പ്രതികരണം. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്ന 5000 പേർക്ക് ഭക്ഷണം നൽകിയ അത്ഭുതം യേശു പ്രവർത്തിച്ചത് ശിഷ്യന്മാർക്ക് വേണ്ടിയായിരുന്നു. മറ്റ് അത്ഭുത പ്രവർത്തനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഭക്ഷണത്തിന് ശേഷം ജനങ്ങളിൽ നിന്നുണ്ടായ പ്രതികരണം വിശുദ്ധ ലൂക്ക വിവരിക്കുന്നില്ല എന്നത് ഇതിന് തെളിവാണ്. ശിഷ്യരുടെ മുമ്പിൽ സ്വയം വെളിപ്പെടുത്തുക എന്നതായിരുന്നു ഈ അത്ഭുത പ്രവൃത്തി കൊണ്ട് യേശു ഉദ്ദേശിച്ചത്. യേശു മിശിഹായാണെന്ന് പ്രഖ്യാപിക്കുവാൻ ഈ സംഭവം പത്രോസിന് അവസരമുണ്ടാക്കി കൊടുത്തു. എൻ്റെ ജീവിതത്തിൽ യേശു എനിക്ക് ആരാണ്? മറ്റുള്ളവരുടെ മുൻപിൽ എൻ്റെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും യേശുവിനെ എപ്രകാരമാണ് ഞാൻ വെളിപ്പെടുത്തുന്നത്? ദൈവപുത്രനായ ഈശോയെ, നിന്നെ വേണ്ട വിധം മനസ്സിലാക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ.